പ്രോസസ്സർ ഓർഗനൈസേഷനിൽ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. രജിസ്റ്റർ ഓർഗനൈസേഷനും സ്റ്റാക്ക് ഓർഗനൈസേഷനും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിക്കാം. സ്റ്റാക്ക് ഓർഗനൈസേഷൻ നമുക്ക് വേറൊരു വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രജിസ്റ്റർ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് സി പി യുവിനെ കുറിച്ചൊന്ന് നോക്കാം. സി പി യു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ ടൈമിലെ സി പി യു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണല്ലേ. സി പി യു ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് പറയുക. അതെന്താണ്? കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ്. ഡാറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി പി യു ഉള്ളത് അല്ലേ. അപ്പോൾ സി പി യുവിനകത്ത് വരുന്ന മൂന്ന് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റർ സെറ്റ്, എ എൽ യു. അതിൻ്റെ മൂന്നിൻ്റെയും ഇൻ്റർ കണക്ഷനാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? രജിസ്റ്റർ സെറ്റിനും എ എൽ യുവിനും വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആര് പ്രൊവൈഡ് ചെയ്യും? കൺട്രോൾ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് മൊത്തത്തിലുള്ള കൺട്രോളാണ് ആര് ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. രജിസ്റ്റർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ്. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതിൽ സ്റ്റോർ ചെയ്യാം? രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യാം അല്ലേ. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അതെവിടെ പെർഫോം ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് എ എൽ യു യൂസ് ചെയ്യുന്നത്. അത് രജിസ്റ്റേഴ്സിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അതിന് മേലെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. അതിനുവേണ്ടി എ എൽ യു യൂസ് ചെയ്യും, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ദെൻ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യാം? രജിസ്റ്റേഴ്സിൽ തന്നെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ എ എൽ യുവും രജിസ്റ്റേഴ്സും തമ്മിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബസ്സൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് അതിന് ആവശ്യമായ കൺട്രോൾ സിഗ്നൽസും കൊടുത്തോളും. നമുക്കതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞത് തന്നെ രജിസ്റ്റർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ട ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റർ സെറ്റ് എന്ന് പറയുന്നത്. അത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ സമയത്താണ് രജിസ്റ്റേഴ്സിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. ദെൻ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരും? മൈക്രോ ഓപ്പറേഷൻസ് അല്ലേ. നമുക്കറിയാം, ഓരോ ഇൻസ്ട്രക്ഷനകത്തും ഡിഫറെൻറ്റ് മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാം? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, എ എൽ യു യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ എ എൽ യു ആ ഒരു മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിനെന്ത് വേണം? രജിസ്റ്റേഴ്സിലുള്ള ഇൻഫോർമേഷൻസ് കിട്ടണം. ആ ഇൻഫോർമേഷൻസ് എവിടെ നിന്ന് കിട്ടും? രജിസ്റ്റേഴ്സിൽ നിന്ന് കിട്ടും. എങ്ങനെ കിട്ടും? കൺട്രോൾ യൂണിറ്റ് അതിനാവശ്യമായ സിഗ്നൽസ് കൊടുക്കും. അങ്ങനെ മൈക്രോ ഓപ്പറേഷൻസ് ആര് പെർഫോം ചെയ്തോളും? എ എൽ യു പെർഫോം ചെയ്തോളും അല്ലേ. എ എൽ യു അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അതിനകത്ത് ഏത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത്? ആഡ് ആണോ, സബ്സ്ട്രാക്റ്റ് ആണോ, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനാണോ, ഇൻക്രിമെൻറ്റ് ചെയ്യാനാണോ, ഏതാണെന്ന് വെച്ചാൽ അത് എ എൽ യു പെർഫോം ചെയ്തോളും. ദെൻ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? രജിസ്റ്റേഴ്സിനും എ എൽ യുവിനുള്ള ഇടയിലുള്ള ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫറൊക്കെ കൺട്രോൾ യൂണിറ്റ് ചെയ്തോളും. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ യൂണിറ്റ് കൊടുത്തോളും. ദെൻ രജിസ്റ്റർ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ. അപ്പോൾ അതിൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ മെയിനായിട്ട് വരുന്ന കാര്യമാണ് കോമൺ ബസ് സിസ്റ്റം. അതായത് രജിസ്റ്റേഴ്സിനിടയിലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അങ്ങനെ രജിസ്റ്റേഴ്സിനിടയിൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണെങ്കിൽ അത് നടത്താൻ വേണ്ടിയിട്ട്, അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഒരാളാണ് ആര്? ബസ് കോമൺ ബസ് സിസ്റ്റം. അപ്പോൾ അത് സി പി യുവിനകത്തുള്ള കാര്യമാണ് ബസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സിനിടയിലും കമ്മ്യൂണിക്കേഷൻ വേണം. അതുപോലെ തന്നെ രജിസ്റ്റേഴ്സും എ എൽ യും തമ്മിലും കമ്മ്യൂണിക്കേഷൻസ് ആവശ്യമാണ്. ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനും ഒക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഒരു ബസ് ഓർഗനൈസേഷൻ്റെ ഫിഗറാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൽ 2 ബസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൾട്ടിപ്ലെക്സേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ബസ് ഓർഗനൈസേഷൻ്റെ ഫിഗർ ഇങ്ങനെയാണ്. അതിൽ R1, R2, R3, R4, R5, R6, R7 എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സാണ്. 7 രജിസ്റ്റേഴ്സാണ് R1 മുതൽ R7 വരെയുള്ളത്. 2 മൾട്ടിപ്ലെക്സർ യൂസ് ചെയ്യുന്നു. അതാണ് മക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്, MUX മക്സ്.
ദെൻ അതുപോലെ 2 ബസ് കാണിച്ചിട്ടുണ്ട്. മക്സിൽ നിന്ന് ALUയിലേക്ക് A ബസ്സും B ബസ്സും. ദെൻ ALU ഉണ്ട്. അതുപോലെ ഫസ്റ്റ് മൾട്ടിപ്ലക്സറിലേക്ക് സെൽ A എന്ന് പറഞ്ഞ ഇൻപുട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ മൾട്ടിപ്ലക്സറിലേക്ക് സെൽ B എന്ന് പറഞ്ഞിട്ടും ഇൻപുട്ട് വരുന്നുണ്ട്. ദെൻ A ബസ്സിൽ നിന്നും B ബസ്സിൽ നിന്നുമുള്ള കണ്ടൻറ്റ് ഏതിലേക്കാണ് പോകുന്നത്? ALUയിലേക്കാണ് അല്ലേ. അതുപോലെ ALUവിന് വരുന്ന മറ്റൊരു ഇൻപുട്ടാണ് OPR. OPR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓപ്പറേഷനെയാണ്. സെൽ എയും സെൽ ബിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോഴ്സിനെയാണ്. അതായത് നമ്മളിപ്പോൾ R1 + R2 ആണ് ചെയ്യുന്നതെങ്കിൽ സെൽ A R1 ആയിരിക്കും, സെൽ ബി R2 ആയിരിക്കും. അതുപോലെ റിസൾട്ട് ഏതിലാണ് സ്റ്റോർ ചെയ്യുന്നത്? റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് R1ലാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് സെൽ ഡി, അതായത് ഡെസ്റ്റിനേഷൻ. സെൽ ഡി 3/8 ഡിക്കോഡറിലേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അത് സെൽ ഡിയും ആണ്. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് R1 ആരോ R2 + R3. അതായത് R2ലെ കണ്ടൻറ്റും R2 രജിസ്റ്ററിലെ കണ്ടൻറ്റും R3 രജിസ്റ്ററിലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യാണ്. അഡീഷനാണ് പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ. അതായത് OPR എന്ന് പറയുന്നത് ആഡാണ്. സെൽ A എന്ന് പറയുന്നത് R2 ആണ്. സെൽ B ഏതാണ്? R3 ആണ്. അതുപോലെ സെൽ D ഡെസ്റ്റിനേഷൻ ഏതാണ്? R1 ആണ് അല്ലേ. R1 ആരോ R2 + R3 ആണ്. അപ്പോൾ ആദ്യം മക്സ് A സെലക്ടർ ആണ് സെൽ A എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സെൽ A എന്താ ചെയ്യുന്നത്? R2ലെ കണ്ടൻറ്റിനെ ബസ് എയിലേക്ക് കൊടുക്കുന്നു. R2 ആണ് സെൽ A, അതെന്ത് ചെയ്യുന്നു? ബസ് എയിലേക്ക് കൊടുക്കുന്നു. അതുപോലെ മക്സ് B സെലക്ടർ എന്ത് ചെയ്യുന്നു? സെൽ B എന്ത് ചെയ്യുന്നു? R3ലെ കണ്ടൻറ്റിനെ ബസ് ബിയിലേക്കും കൊടുക്കുന്നു. ദെൻ അത് രണ്ടും എങ്ങോട്ടാണ് പോകുന്നത്? ഫിഗറിൽ A ബസ്സിലെ കണ്ടൻറ്റും B ബസ്സിലെ കണ്ടൻറ്റും എങ്ങോട്ടാണ് പോകുന്നത്? ALUയിലേക്കാണല്ലേ. അപ്പോൾ നമ്മൾ R2ലെ കണ്ടൻറ്റും R3ലെ കണ്ടൻറ്റും ബസ്സിലേക്ക് കൊടുത്തു. R2ലെ കണ്ടൻറ്റ് സെൽ A ബസ്സിലേക്ക് കൊടുത്തു. R3ലെ കണ്ടൻറ്റ് B ബസ്സിലേക്കും കൊടുത്തു അല്ലേ, സെൽ ബിയിലൂടെ, സെൽ ബി എന്ന സെലക്ഷൻ ലൈൻസിലൂടെ. അപ്പോൾ അത് രണ്ടും നമുക്ക് വേണ്ട R2ലെ കണ്ടൻറ്റും R3ലെ കണ്ടൻറ്റും ഇപ്പോൾ ഏതിലെത്തി? ALUയിലെത്തി. ദെൻ ALUവിന് അറിയേണ്ട കാര്യം എന്താണ്? ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്? ഡാറ്റ ALUവിന് കിട്ടി. ദെൻ ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് OPR എന്ന് പറയുന്ന സെലക്ഷൻ ലൈൻ യൂസ് ചെയ്യുന്നത്. ആ OPR എന്ന സെലക്ഷൻ ലൈൻ യൂസ് ചെയ്തിട്ട് ഏത് ഓപ്പറേഷനാണ്? അഡീഷനാണ് ഇപ്പോൾ നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. ഇതിലല്ലേ ഈ പറഞ്ഞ എക്സാമ്പിളിൽ അഡീഷനാണ് പെർഫോം ചെയ്യേണ്ടത്. സോ അഡീഷൻ പെർഫോം ചെയ്യും. റിസൾട്ട് എങ്ങോട്ട് പോകുന്നു? ഔട്ട്പുട്ട് നിന്ന് താഴോട്ട് കാണിച്ചിട്ടില്ലേ, അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണ് പോകേണ്ടതെങ്കിൽ നേരെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോകും. അതെല്ലാം രജിസ്റ്റേഴ്സിലേക്ക് തന്നെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നുണ്ട് രജിസ്റ്റർ സെറ്റിലേക്ക്. R1 മുതൽ R7 വരെയുള്ള എല്ലാ രജിസ്റ്റേഴ്സിലേക്കും ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ലോഡ് ലൈൻസാണ്, 7 ലൈൻസ് ലോഡ് ലൈൻസാണ്. അതിലേതാണ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ? നമ്മുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഏതാണ്? R1 ആണല്ലേ. അപ്പോൾ R1 മാത്രം ആക്റ്റീവ് ആയാൽ മതി. കാരണം R1ലേക്ക് മാത്രമല്ലേ റിസൾട്ട് പോകേണ്ടതുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3/8 ഡീകോഡർ യൂസ് ചെയ്തിട്ടുള്ളത്. 3/8 ഡീകോഡറിൻ്റെ ഇൻപുട്ട് എന്താണ്? സെൽ D ആണ്. അതായത് ഡെസ്റ്റിനേഷൻ ലൈൻ. ഡെസ്റ്റിനേഷൻ ഏതാണ്? R1 ആണ്. അപ്പോൾ R1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ബിറ്റ്സ് എന്ത് ചെയ്യും? ആ സെൽ ഡിയിൽ ഇൻപുട്ടായിട്ട് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3/8 ഡീകോഡറിന് ഇൻപുട്ടായിട്ട് R1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് കൊടുക്കും. 3 ബിറ്റാണ് രജിസ്റ്റേഴ്സിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ 3 ബിറ്റ് അവിടെ കൊടുക്കും. അതോടുകൂടി ഡീകോഡറിന് മനസ്സിലാവും ഏത് ലൈനാണ് ആക്റ്റീവ് ആക്കേണ്ടത്. R1ൻ്റെ. അപ്പോൾ R1 എന്ത് ചെയ്യും? ആക്റ്റീവ് ആവും. സോ ALUന്ന് വന്ന ഔട്ട്പുട്ട് നേരെ എങ്ങോട്ട് പോവും? R1ലേക്ക് മാത്രം പോവും. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ എക്സാമ്പിൾ ഡീകോഡർ ഡെസ്റ്റിനേഷൻ സെൽ ഡിയിലൂടെ എന്ത് ചെയ്യുന്നു? നാലാമത്തത് കേട്ടോ. ഡീകോഡർ ഡെസ്റ്റിനേഷൻ സെൽ ഡി എന്ന് പറയുന്ന ലൈനിലൂടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏത് റിസൾട്ട് കൊടുക്കുന്നു? R1ലേക്ക് ഏത് റിസൾട്ട് കൊടുക്കുന്നു? ഔട്ട്പുട്ട് ബസ്സിൽ നിന്ന് വന്ന കണ്ടൻറ്റ്, ഔട്ട്പുട്ട് എന്താണോ അത് നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. അതായത് 4 ഫീൽഡുകൾ വരുന്നതാണ് കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. അതിൽ 4 ഫീൽഡും കൂടെ ചേർന്നിട്ട് മൊത്തം ടോട്ടൽ 14 ബിറ്റ്സാണ് ഉണ്ടായിരിക്കുക. 4 ഫീൽഡ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സെൽ A, സെൽ B, സെൽ D ആൻഡ് OPR. കണ്ടോ? സെൽ A, സെൽ B, സെൽ D, OPR. സെൽ എയും സെൽ ബിയും സെൽ ഡിയും എന്താണ്? രജിസ്റ്റേഴ്സ് ആണ് അല്ലേ. ആ 3 രജിസ്റ്റേഴ്സിനും എത്ര ബിറ്റാണ്? 3 ബിറ്റുകളാണ് വരുന്നത്. ഓരോന്നിനും 3 ബിറ്റാണ്.
പ്ലസ് ഒ പി ആറിൻ്റെ 5 ബിറ്റും കൂടെ വരും. ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ 5 ബിറ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതും കൂടെ ചേർന്നിട്ട് ടോട്ടൽ 14 ബിറ്റ് വരും. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു കൺട്രോൾ വേർഡ് ആവുന്നത്. ഓക്കെ, ഇതാ പറഞ്ഞ അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. 4 ഫീൽഡാണുള്ളത്. 3 ബിറ്റാണ് ആദ്യത്തെ 3 ഒരു ഫീൽഡ് മാത്രമാണ് 5 ബിറ്റ് വരുന്നത്. 3 ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെൽ എ സോഴ്സ് രജിസ്റ്ററാണ്. ALUൻ്റെ എ ബസ്സിലേക്കുള്ള ഇൻപുട്ടായിട്ട്. അതുപോലെ 3 ബിറ്റ് സെൽ ബി ആണ്, ബി ബസ്സിലേക്കുള്ളത്. ALUയിലേക്കാണ് അത് പോവുക. അതുപോലെ തന്നെ 3 ബിറ്റ് സെൽ ഡി ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഏതിൻ്റെ ഇൻപുട്ടായിട്ടാണ് പോവുക? ഡീകോഡറിൻ്റെ 3/8 ഡീകോഡറിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നു. ദെൻ അത് വെച്ചിട്ട് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നു. അതുപോലെ 5 ബിറ്റ് ഒ പി ആറിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അത് ഇതിലേക്കാണ് ഒ പി ആർ ഇൻപുട്ട് ലൈൻസ് ഏതിലേക്കാണ് പോകുന്നത്? നമ്മുടെ ALUയിലേക്കാണ് അല്ലേ? ഫിഗർ ഓർമ്മയില്ലേ? ഫിഗറിൽ കാണിച്ചിട്ടില്ലേ? ഒ പി ആർ എന്ന സെലക്ഷൻ ലൈന് പോകുന്നത് ALUൻ്റെ ഇൻപുട്ടായിട്ടാണ് അല്ലേ? അപ്പോൾ അതെല്ലാം ചേർന്നിട്ട് എന്താവുന്നു? നമ്മുടെ 14 ബിറ്റ് കൺട്രോൾ വേർഡായി മാറുന്നു. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു മൈക്രോ ഓപ്പറേഷനെയാണ്. അത് ഈ 14 ബിറ്റും കൂടെ ചേർന്നിട്ടാണ് ഒരു കൺട്രോൾ വേർഡ് ആവുന്നത്. ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ മൈക്രോ ഓപ്പറേഷനാണ്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, R1 ആരോ R2 + R3 ഒരു മൈക്രോ ഓപ്പറേഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത് ആ 14 ബിറ്റുള്ള കൺട്രോൾ വേർഡ് യൂസ് ചെയ്തുകൊണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ അതിനെ 14 ബിറ്റാക്കി മാറ്റുന്നത്? നമ്മൾ കൊടുത്ത മൈക്രോ ഓപ്പറേഷൻ R1 ആരോ R2 + R3 ആ ഒരു മൈക്രോ ഓപ്പറേഷൻ എങ്ങനെയാണ് 14 ബിറ്റുള്ള ഒരു കൺട്രോൾ വേർഡാക്കി മാറ്റുന്നത്? അസംബ്ലർ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ബിറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേബിളാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഓരോ രജിസ്റ്റേഴ്സിനുമുള്ള ബൈനറി കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് 000 ആണ്. 000 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെൽ എ, സെൽ ബി, സെൽ ഡിൻ്റെ സ്ഥാനത്ത് രജിസ്റ്റേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെൽ എൻ്റെ സ്ഥാനത്ത് ഒരു ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ് ഇൻപുട്ട് സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈനറി കോഡ് 000 ആണ് കൊടുക്കുക. അപ്പോൾ സെൽ എയും സെൽ ബിയും എന്താണ്? നമ്മുടെ സോഴ്സ് ആണല്ലേ? അപ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും സ്ഥാനത്ത് നമ്മൾ 000 ആണ് കൊടുക്കുക, 3 സീറോസ്. അതുപോലെ സെൽ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡെസ്റ്റിനേഷൻ ആണല്ലേ? നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് ALUയിൽ നിന്ന് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് ഔട്ട്പുട്ട് നേരെ പോകേണ്ടത് ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണെങ്കിൽ എന്ത് ചെയ്യാം? സെൽ ഡീൻ്റെ സ്ഥാനത്ത് നമുക്ക് 000 കൊടുക്കാം. അപ്പോൾ അത് പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ R2 + R3 ആയിരുന്നു അല്ലേ? അപ്പോൾ സെൽ എ ഏതാണ്? R2 ആണ്. അപ്പോൾ R2ൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 010 എന്ന ബൈനറി ബിറ്റാണ്. പ്ലസ് സെൽ ബി ഏതായിരുന്നു? R3ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ 011 എന്ന ബൈനറി കോഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ R1 ആയിരുന്നു. R1ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 001ഉം യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് രജിസ്റ്റേഴ്സിൻ്റെ ബൈനറി കോഡ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ സെൽ എയും സെൽ ബിയും 000 ആയിട്ട് കൊടുക്കുന്നത് ഇൻപുട്ട് ഡാറ്റ എക്സ്റ്റേണൽ ഇൻപുട്ട് ഡാറ്റയാണ് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ സെൽ ഡി 000 ആവുന്നത് അവിടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഇല്ല, പകരം പോകുന്നത് ഒരു എക്സ്റ്റേണൽ ഔട്ട്പുട്ടിലേക്കാണ് എന്നുണ്ടെങ്കിലാണ് സെൽ ഡീൻ്റെ സ്ഥാനത്ത് നമ്മൾ 000 കൊടുക്കുന്നത്. ദെൻ ഓപ്പറേഷൻസ് എൻകോഡ് ചെയ്യുന്നത്, അതായത് ഓരോ ഓപ്പറേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ALUയിലേക്ക് കൊടുക്കുന്ന OPRന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ബിറ്റ് നിങ്ങൾ ആ ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരിക്കും. OPR എന്ന് പറയുന്നത് നോക്കൂ ALUയിലേക്ക് കൊടുക്കുന്ന OPR എന്ന് പറയുന്ന ഇൻപുട്ട് എത്ര ബിറ്റാണ്? 5 ബിറ്റാണ് അല്ലേ? അപ്പോൾ ആ 5 ബിറ്റ് ഓരോ ഓപ്പറേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 ബിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ട്രാൻസ്ഫർ എ, TSFA അതെന്തിനാണ്? ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നമ്മൾ പെർഫോം ചെയ്ത ഓപ്പറേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് കണ്ടൻറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം 5ഉം 0 ആയിട്ട് കൊടുക്കുന്നു. അതുപോലെ ഇൻക്രിമെൻറ്റ്, ആഡ്, സബ്സ്ട്രാക്റ്റ്, ഡിക്രിമെൻറ്റ്, ആൻഡ്, ഓർ, എക്സോർ, കോംപ്ലിമെൻറ്റ്, ഷിഫ്റ്റ് റൈറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള ബൈനറി കോഡ്സാണ് ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്.
ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ആഡ് ആയിരുന്നു നമ്മുടെ എക്സാമ്പിളിൽ പെർഫോം ചെയ്യാനുള്ളത്. അപ്പോൾ ആഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ALUവിൻ്റെ വരുന്ന ഇൻപുട്ട് ഏതായിരിക്കും? 0 0 0 1 0 എന്നാണ് ആ OPR ലൈൻസിൽ വരിക. ദെൻ കുറേ മൈക്രോ ഓപ്പറേഷൻ്റെ എക്സാമ്പിളാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഒരുപാട് മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ട്. സബ്സ്ട്രാക്റ്റ്, ഓർ, ഇൻക്രിമെൻറ്റ്, ട്രാൻസ്ഫർ, ഷിഫ്റ്റ്, എക്സോർ, അങ്ങനെ ഡിഫറെൻറ്റ് മൈക്രോ ഓപ്പറേഷൻ്റെ എക്സാമ്പിളാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തേത് നോക്കൂ, R1 ആരോ R2 മൈനസ് R3. അപ്പോൾ സെൽ A ഏതാണ്? R2 ആണ്. R2വിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 1 0 ആണ് കോഡ്. അതുപോലെ സെൽ B എന്ന് പറയുന്നത് R3 ആണ്. അപ്പോൾ R3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 1 1. ദെൻ നമുക്ക് ചെയ്യാനുള്ള ഡെസ്റ്റിനേഷൻ ഏതാണ്? R1 ആണ്. സോ R1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0 0 1. ദെൻ നമ്മുടെ OPR ഏതാണ്? സബ്സ്ട്രാക്റ്റ് ആണ്. 0 0 1 0 1 ആണ് സബ്സ്ട്രാക്റ്റിനുള്ള ബൈനറി കോഡ്. അപ്പോൾ അത്രയും ആവുമ്പോൾ എന്തായി? നമ്മുടെ കൺട്രോൾ വേർഡായി. ഓക്കെ, ഇനി ചിലതിൽ നോക്കൂ, ട്രാൻസ്ഫർ ചെയ്യാൻ R7 ആരോ R1. അപ്പോൾ അതെന്താണ്? R1ലെ കണ്ടൻറ്റ് R7ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഇൻപുട്ടേ ഉള്ളൂ അല്ലേ? സെൽ A മാത്രമേ ഉള്ളൂ, സെൽ B ഇല്ല. അപ്പോൾ സെൽ ബീൻ്റെ സ്ഥാനത്ത് ഒരു ഹൈഫൺ കൊടുത്താൽ മതി. ദെൻ R7, അതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ്സ് കൊടുക്കുക. അതുപോലെ TSF ട്രാൻസ്ഫർ ആകുമ്പോൾ കൺട്രോൾ വേർഡ് 0 0 0 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ട്രാൻസ്ഫർ ആകുമ്പോൾ കൺട്രോൾ വേർഡ് എന്താണ്? ബിറ്റ്സ് എന്താണ്? 0 0 0 0 0. 5 സീറോസാണ് വരുന്നത് അല്ലേ? അതുപോലെ R2ലെ കണ്ടൻറ്റ് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. അപ്പോഴും സെൽ A വരുന്നത് എന്താണ്? R2 ആണ്. സെൽ ബീൻ്റെ സ്ഥാനത്ത് ഒന്നും തന്നെ ഇല്ല. സെൽ D എന്താണ്? നമ്മൾ നൺ എന്നാണ് കൊടുക്കുക അല്ലേ? നൺ എന്നാണ് നമ്മൾ കൊടുത്തത്. ഇതാ നോക്കൂ, സെൽ D നണ്ണായിട്ടാണ് കൊടുത്തത്. അതെന്തായിരുന്നു? ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ വേർഡ് നണ്ണായിട്ടാണ് OPRൽ കൊടുക്കുക, ഡെസ്റ്റിനേഷനിൽ കൊടുക്കുക. ദെൻ അപ്പോൾ അതിനുള്ള കറസ്പോണ്ടിങ് ബിറ്റ്സ് എഴുതി. ദെൻ ഇൻപുട്ടിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ബിറ്റും 14 ബിറ്റും സീറോസ് ആയിട്ട് കൊടുക്കും. അതിലൊന്ന് അങ്ങനെയുണ്ട്, ഇൻപുട്ടിൽ നിന്ന് നേരെ ഔട്ട്പുട്ടിലേക്കാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നേരെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കുമ്പോൾ കൺട്രോൾ വേർഡ് എല്ലാതും എന്ത് ചെയ്യുന്നു? സീറോസ് ആയിട്ട് കൊടുക്കുന്നു. അതായത് 14 സീറോസ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ALU ഓപ്പറേഷൻസ്, മൈക്രോ ഓപ്പറേഷൻസ് വരുന്നത്. എക്സാമ്പിൾസാണ് അത്രയും. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TSFA യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഔട്ട്പുട്ട് ടെർമിനൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ഒരു രജിസ്റ്ററിൽ നിന്ന് ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇൻപുട്ടിൽ നിന്ന് നേരെ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ കൺട്രോൾ വേർഡ് എല്ലാം തന്നെ എന്ത് കൊടുക്കും? സീറോസ് കൊടുക്കും.